എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11ലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ കുറേ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് തെർമോഡൈനാമിക്സ്, പിന്നെ എന്തൊക്കെയാണ് സിസ്റ്റംസ് സറൗണ്ടിങ്, അങ്ങനെ തുടങ്ങി ഹീറ്റ് വർക്ക് വരെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇൻറ്റേർണൽ എനർജി നോക്കാം. Internal energy. Every body is associated with a definite amount of energy. This energy is called internal അല്ലെങ്കിൽ ഇൻട്രൻസിക് എനർജി. അതായത് നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും അല്ലേ, ഡെഫിനറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. ഈ എനർജീനെയാണ് ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഇൻട്രൻസിക് എനർജി എന്ന് പറയുക. ഇതിന് വേറെയും കുറേ ഡെഫിനേഷൻസ് ഉണ്ട്. അതായത് ഇറ്റ് ഈസ് എനർജി പൊസസ്ഡ് ബൈ ബോഡി പ്രോസസ്സ് ചെയ്യുന്ന എനർജി, ബോഡിയിൽ ഉണ്ടാവുന്ന എനർജി, അതാണ് ഇൻറ്റേർണൽ എനർജി. പിന്നെ ശരിക്കുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. എവറി ബോഡി അസോസിയേറ്റഡ് വിത്ത് ഡെഫിനറ്റ് എമൗണ്ട് ഓഫ് എനർജീനെയാണ് ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഇൻട്രൻസിക് എനർജി എന്ന് പറയാം. ഇനി ഇറ്റ് ഈസ് എ സം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്കുലർ എനർജീസ് ലൈക്ക് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, വൈബ്രേഷണൽ കൈനറ്റിക് എനർജി, ഇലക്ട്രോണിക് എനർജി, ന്യൂക്ലിയർ എനർജി. അതായത് നമ്മുടെ ബോഡിയിൽ നിന്നല്ല, ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്കുലർ എനർജീസ് ഉണ്ടാവുമല്ലോ, ആ മോളിക്കുലർ എനർജീസിൻ്റെ എല്ലാം കൂടിയുള്ള സമ്മാണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ. ഇൻറ്റേർണൽ എനർജി ഓഫ് എ ബോഡി ഇസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എത്രയുണ്ട് എമൗണ്ട് ഓഫ് മാറ്റർ ആ ബോഡിയിലുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യണതായിരുന്നു. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ സ്റ്റേറ്റ് ഫംഗ്ഷൻ, അതായത് എന്തായിരുന്നു, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇൻറ്റേർണൽ എനർജിക്കും ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചത് കുറച്ചും കൂടിയും സ്ട്രെസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻറ്റേർണൽ എനർജിക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും സ്റ്റേറ്റ് ഫംഗ്ഷനുമാണ് ഉള്ളത്. We cannot calculate the exact value of internal energy, but we can calculate the change in internal energy during a process by using an apparatus called Bohm calorimeter. അതായത് നമുക്ക് ഇൻറ്റേർണൽ എനർജിയുടെ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കാണാം. ഇൻറ്റേർണൽ എനർജിയിൽ എത്രകൊണ്ട് ചേഞ്ച് വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു അപ്പാരറ്റസ് യൂസ് ചെയ്യും. ആ അപ്പാരറ്റസ് ആണ് എന്ത്, ബോം കലോറിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, അതായത് ഡെൽറ്റ യു എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു U2 - U1. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കാണാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഫൈനൽ ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജീസ് തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കാണുമെന്ന് വെച്ചാൽ ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു U2 - U1. ഇതിൽ U2 എന്ന് പറയുന്നത് ഫൈനൽ ഇൻറ്റേർണൽ എനർജിയും U1 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജിയാണ്. ഓക്കെ, നമ്മളെപ്പോഴും ഡിഫറൻസ് കാണുമ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ കാണാറ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇൻറ്റേർണൽ എനർജിയിലെ ചേഞ്ചും കാണുമ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് U2 - U1 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇൻറ്റേർണൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ ജൂൾ പെർ മോളാണ്. പിന്നെ നമ്മൾ ഓരോ ടേംസും കിട്ടുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണെന്നൊക്കെ ഒരുമിച്ച് ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത് എളുപ്പമായിരിക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും യൂണിറ്റും എല്ലാം കാണുമ്പോൾ അതൊക്കെ ഒരുമിച്ച് ഒരു പേപ്പറിൽ എഴുതുക. ഓക്കെ, ഇനി ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ക്യാൻ ചേഞ്ച് ഇൻ മെയിൻലി ബൈ 2 ways. ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്, ബൈ ഡൂയിങ് വർക്ക്. അതായത് ഒരു സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ചാണ് കാണാൻ പറ്റുകയെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യണത്? 2 രീതിയിലൂടെ ചേഞ്ച് ചെയ്യാം. ഒന്ന്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണ വഴി ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആവും. 2, വർക്ക് ചെയ്യണ വഴി ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആവും. ഇതെങ്ങനെയാണ് ഇൻ്റർ കണക്റ്റഡ് ആവണേ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയണേ. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് സെയിം ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പോലത്തെ വേറെ ഒരെണ്ണമായിരുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ്. അതുപോലെ തന്നെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും പറയുന്നത്. അതിന് പല ടൈപ്പിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഏത് ഡെഫിനേഷനാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ്. അതായത് എനർജീനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. സോ ദ ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഇസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാനോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ പറ്റാത്ത കാരണം യൂണിവേഴ്സിൽ മൊത്തത്തിൽ എത്ര എനർജി ഉണ്ടോ അത് അത്ര തന്നെയായിട്ട് എപ്പോഴും നിലനിൽക്കും. ഇറ്റ് ഇസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ ടോട്ടൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ പറഞ്ഞു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ
എനർജിയോ മാറ്ററോ ട്രാൻസ്ഫർ ചെയ്യില്ല സറൗണ്ടിങ് ആയിട്ടെന്ന് പറഞ്ഞു. അവർ തമ്മിലൊരു എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. സിസ്റ്റവും ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എനർജി മാറ്ററും സറൗണ്ടിങ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ടാണ് അതിന് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞപ്പോൾ അല്ലേ. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എന്തായിരിക്കും, അങ്ങനെ എനർജി ഒന്നും ട്രാൻസ്ഫർ ചെയ്യില്ല, എക്സ്ചേഞ്ച് ചെയ്യില്ല എങ്കിൽ ആ ടോട്ടൽ എനർജി സെയിം ആയിരിക്കില്ലേ, എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ലേ. അതാണ് പറയണത്, ടോട്ടൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ഇനി നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ചിലതിൽ ക്യൂ മൈനസ് ഡബ്ല്യു എന്ന് കാണാം. ഇത് നമ്മൾ ഇങ്ങനെ കൊടുത്തേണ്ടത്, ഇതാണ് ശരിക്കും എഴുതേണ്ടത്, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യൂവിനും ഡബ്ല്യുവിനൊക്കെ സൈൻ കൊടുക്കുക അതിൻ്റെ സൈൻ കൺവെൻഷൻസ് അക്കോർഡിംഗ്ലി ആണ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ക്യൂ പോസിറ്റീവ് ആയിരിക്കും, ഹീറ്റ് ഇവോൾവ് അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഡബ്ല്യു എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, അത് ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സൈൻ മാറ്റുക. സാധാരണ എഴുതുമ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ക്യൂ ഇസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ബൈ ദ സിസ്റ്റം. അപ്പോൾ സിസ്റ്റം അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവിനെയാണ് ക്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് ആയിട്ടുള്ള കാരണം നമുക്ക് എന്ത് പറയാം, ക്യൂ പോസിറ്റീവാണെന്ന് പറയാം. ഇനി ഡബ്ല്യു ഇസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതായ കാരണം ഡബ്ല്യു പോസിറ്റീവ് ആവും. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇനി ഇഫ് ദർ ഇസ് ഓൺലി എക്സ്പാൻഷൻ വർക്ക് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡബ്ല്യു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഈ ഡബ്ല്യു എന്ന് പകരം ഈ ഡബ്ല്യു എക്സ്പാൻഷൻ ആണെങ്കിൽ മൈനസ് പി ഡെൽറ്റ വി വരില്ലേ, അതാണ് ഇവിടെ എഴുതിയാണ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി. ഓക്കെ, ഇത് എക്സ്പാൻഷണൽ വർക്ക് ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഇക്വേഷനായി മാറുക. ഓക്കെ, ഇനി കുറച്ച് സ്പെഷ്യൽ കേസസ് എടുക്കാം. അതായത് ഒരു സിസ്റ്റത്തിൽ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് 0 ആയിരിക്കും. വോള്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വോള്യത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആയിരുന്നു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി ഫോർ ഓൺലി എക്സ്പാൻഷണൽ വർക്ക് ഉണ്ടെങ്കിൽ ഇതായിരിക്കും ഇക്വേഷൻ. ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ മൈനസ് പി ഡെൽറ്റ വി ആവും അല്ലേ. ഇതിലിപ്പോൾ ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആയി എന്തുണ്ടാവും, ഈ മൊത്തം ടേം പോയില്ലേ. അപ്പോൾ നമുക്ക് ബാക്കി എന്താ ഉണ്ടാവുക, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ എന്നുണ്ടാവും. അതാണ് ഇവിടെ എഴുതിയാണ്. അപ്പോൾ സോളിഡും ലിക്വിഡും മാത്രമാണെങ്കിൽ, ഒരു സിസ്റ്റത്തിൽ സോളിഡും ലിക്വിഡും മാത്രമാണെങ്കിൽ ഡെൽറ്റ വി 0 ആയിരിക്കും. ഡെൽറ്റ വി വി അല്ല, ഡെൽറ്റ വി 0 ആയിരിക്കും. ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഹീറ്റിന് ഈക്വൽ ആയിരിക്കും. ഇനി ഒരു ഐസോതേർമൽ റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ എന്തായിരിക്കും ചേഞ്ചസും കാര്യങ്ങളൊന്നും നോക്കാം. അപ്പോൾ ഐസോതേർമൽ എന്ന് പറഞ്ഞാൽ എന്താ, ഐസോതേർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ഡെൽറ്റ ടി 0 ആണ്. അങ്ങനെ ഡെൽറ്റ ടി 0 ആയാൽ ഡെൽറ്റ യു 0 ആവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കും, ഇതുവരെ പഠിച്ചിട്ടില്ല, അപ്പോൾ പഠിക്കും. ഡെൽറ്റ യു എന്ന് പറയുന്നത് MCV ഡെൽറ്റ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ ഡെൽറ്റ ടി 0 ആയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും, ഈ മൊത്തം ടേം 0 ആവും. അതായത് ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തേണേ. അപ്പോൾ ഡെൽറ്റ ടി 0 ആവുകയാണെങ്കിൽ ഡെൽറ്റ യു 0 ആവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഈ ഒരു ഇക്വേഷൻ അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ യു 0 ആയിട്ട് കിട്ടും. അപ്പോൾ ഡെൽറ്റ യുവിൻ്റെ ഭാഗം 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ക്യൂവും മൈനസ് പി ഡെൽറ്റ വി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ മൈനസ് പി ഡെൽറ്റ വിക്ക് പകരം പ്ലസ് ഡബ്ല്യു എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇത് 0 ആയി ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളൊരു കണ്ടീഷനാണെന്ന് മനസ്സിലാലോചിക്കുക. അപ്പോൾ ഈ ക്യൂവിനെ ഇവിടെ നിർത്തി ഡബ്ല്യുവിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മൈനസ് ഡബ്ല്യു എന്നാവില്ലേ, ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്നാവും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്നത് -2.303 RT log V2/V1 ആണ്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അത് നോക്കൂ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിവേഴ്സിബിൾ പ്രോസസ്സിൽ എക്സ്പാൻഷണൽ വർക്ക് ആണെങ്കിൽ ഡബ്ല്യു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് -2.303 RT log V2/V1 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്, റിവേഴ്സിബിൾ പ്രോസസ്സായി കാണണം. ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിലാണ് -P ഡെൽറ്റ വി തന്നെ യൂസ് ചെയ്യണത്. റിവേഴ്സിബിൾ ആയതുകൊണ്ടാണ് നമ്മൾ പ്ലസ് ഡബ്ല്യു എടുത്ത്, ആ ഡബ്ല്യു എന്ന് പറയുന്നത് എക്സ്പാൻഷനിലാണ്. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സ് ആയ കാരണം നമുക്ക് അതിന് എന്ത് ചെയ്യാം, -2.303 nRT log V2/V1 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്നത് -W ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞതാണ് -2.303 nRT log V2/V1. അപ്പോൾ അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തുണ്ടാവും, മൈനസും കൂടി പോസിറ്റീവായിട്ട് നമുക്ക് ജസ്റ്റ് ക്യൂ എന്ന് പറയുന്നത് 2.303 nRT log V2/V1 എന്ന് കിട്ടും. അപ്പോൾ ഒരു ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ ഇതാണ് കണ്ടീഷൻസും ഇതാണ് ഇക്വേഷനും. ഓക്കെ, ഇനി ഒരു അഡയാബാറ്റിക് പ്രോസസ്സ് ആണെന്ന് വിചാരിക്കുക, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്തതുകൊണ്ട് തന്നെ
ആ ക്യൂ എന്ന് പറയുന്നത് 0 ആവില്ലേ? ആവും. അപ്പോൾ ഈ ഒരു ക്യൂ എന്ന് പറഞ്ഞ ടേം 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? ഡെൽറ്റ യുവും ഈ പി ഡെൽറ്റ വിന് ഡബ്ല്യു എന്ന് തന്നെ കൊടുക്കുക, പ്ലസ് ഡബ്ല്യു. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് വന്നു കഴിഞ്ഞാൽ ക്യൂ 0 ആണ്. അപ്പോൾ ഡെൽറ്റ യു ഡബ്ല്യുക്ക് ഈക്വൽ ആയില്ലേ? അതാണ് ഇവിടെ ഇതിന് ഡൈവാറ്റിക് പ്രോസസ്സിൽ ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു. ഇനി നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. വി നോ ദാറ്റ് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി. നമുക്കറിയാം അല്ലേ, ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ മൈനസ് പി ഡെൽറ്റ വി ആണ്. സോ ഫോർ എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം, കോൺസ്റ്റൻറ്റ് വോള്യത്തിലാണ് ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കും? ഡെൽറ്റ വി 0 ആവും. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ ആവും. ഇത് നമ്മൾ ഇവിടെ കോൺസ്റ്റൻറ്റ് വോള്യത്തിലാണ് ഈ പ്രോസസ്സ് നടക്കണേ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യൂ വി എന്ന് എഴുതും. ശരിക്കും പറഞ്ഞാൽ ഈ വി ക്യൂവിൻ്റെ താഴെയായിട്ടാണ് വരേണ്ടത്. ഇവിടെ നമുക്ക് ഇങ്ങനൊരു സൗകര്യം ഉള്ളൂ എഴുതാൻ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ക്യൂവിൻ്റെ താഴെയായിട്ട് വി എഴുതാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോള്യത്തിലാണ് ഈ പ്രോസസ്സ് നടക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യൂ അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം എന്ന് പറഞ്ഞിട്ട് ക്യൂവിൻ്റെ താഴെ വി എഴുതുന്നത്. അപ്പോൾ ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു ക്യൂ വി. That is, delta U gives the amount of heat absorbed or evolved by a system at constant volume. അതായത് കോൺസ്റ്റൻറ്റ് വോള്യൂം എന്നുള്ളൊരു കണ്ടീഷൻ കൊടുക്കുമ്പോൾ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ആവുന്നുണ്ടോ ഇവോൾവ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഡെൽറ്റ യു തരുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ ഇവോൾവ് ആവുന്നുണ്ട് ഒരു സിസ്റ്റത്തിൽ വെൻ ഇറ്റ് ഈസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം. വോള്യൂം കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ആവും ഇവോൾവ് ആവും എന്നുള്ളതാണ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി തരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇനി അടുത്തത് എൻതാൽപ്പി. അപ്പോൾ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് എ സിസ്റ്റം. അത് സാധാ ഒരു ഡെഫിനിഷനാണ്. ഒരു സിസ്റ്റത്തിലുണ്ടാകുന്ന ടോട്ടൽ ഹീറ്റിൻ്റെ അളവ്, അതാണ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ് ഈസ് എ സം ഓഫ് ഇൻറ്റേർണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി ഓഫ് എ സിസ്റ്റം, ദാറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി. അപ്പോൾ എൻതാൽപ്പിനെ നമുക്ക് എങ്ങനെ എഴുതാം? ചേഞ്ച് സം ഓഫ് ഇൻറ്റേർണൽ എനർജീസ് ആൻഡ് പ്രഷർ വോളിയം എനർജി. അതായത് ഹീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമുക്കറിയാം ഇറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഹീറ്റ് ഒരു എനർജിയുടെ ഫോം ആയതുകൊണ്ട് തന്നെ അത് ആ എനർജീസ് ഏതൊക്കെ എനർജീസ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിനെയും കൂടി സമ്മായിട്ട് നമുക്ക് എൻതാൽപ്പിനെ പറഞ്ഞുകൂടെ? കാരണം എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് എ സിസ്റ്റം. അപ്പോൾ ഇൻറ്റേർണൽ എനർജിയുടെയും പ്രഷർ വോളിയം എനർജിയുടെയും സം ആണ് എന്ത്? എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇനി ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് whenever there is a change in enthalpy depends only on the initial and final values and not on the path followed. ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഏത് പാത്തിലൂടെ പോകണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. പിന്നെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, അതായത് എത്ര എമൗണ്ട് ഓഫ് മാറ്റർ അതിലുണ്ടായിരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻതാൽപ്പിയും ഇൻറ്റേർണൽ എനർജിയും സ്റ്റേറ്റ് ഫംഗ്ഷനുമാണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് അവർക്കുള്ളത്. ഇനി if H1 is the enthalpy of a system in the initial state and H2 is in the final state, then the change in enthalpy delta H is equal to H2 minus H1. അപ്പോൾ H1 എന്ന് പറയുന്നത് ശരിക്കും H താഴെ 1 ആണ് കേട്ടോ. ഇങ്ങനെ ഒരുമിച്ചല്ല എഴുതേണ്ടത്, Hൻ്റെ താഴെയാണ് 1 എഴുതേണ്ടത്. അതുപോലെ തന്നെ H2 എന്ന് പറയുമ്പോൾ Hൻ്റെ താഴെയാണ് 2 എഴുതേണ്ടത്. ഓക്കെ, ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ എൻതാൽപ്പിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് എഴുതി കൂടെ. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റിലുള്ള എൻതാൽപ്പിനെ നമ്മൾ H2 കൊണ്ട് ഡിനോട്ട് ചെയ്തത്, കാരണം H2 മൈനസ് ഇനീഷ്യലിലുള്ള എൻതാൽപ്പിനെ നമ്മൾ H1 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യണത്. അപ്പോൾ H2 മൈനസ് H1 എന്ന് എഴുതാം. അപ്പോൾ ഡെൽറ്റ H ഇസ് ഈക്വൽ ടു H2 മൈനസ് H1 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയും എഴുതിയിരുന്നത് അല്ലേ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു U2 മൈനസ് U1 എന്നായിരുന്നു. അതും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ ജൂൾ പെർ മോൾ. ഡെൽറ്റ എച്ച് ഇസ് ഡിറ്റർമൈൻഡ് ബൈ യൂസിങ് ആൻ അപ്പാരറ്റസ് കോൾഡ് കലോറിമീറ്റർ. നമ്മൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനും പറഞ്ഞിരുന്ന അപ്പാരറ്റസ് ബോം കലോറിമീറ്റർ ആണ്. അത് തന്നെയാണ് നമ്മൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി കാണാനും യൂസ് ചെയ്യണത്. ഇനി ഒരു കെമിക്കൽ റിയാക്ഷനിൽ, ഫോർ എ കെമിക്കൽ റിയാക്ഷൻ, ഇഫ് HP is the enthalpy of products and HR is that of reactants, then ഡെൽറ്റ H is equal to HP minus HR. അതായത് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ റിയാക്റ്റൻ്റ് ഉണ്ടാവും, പ്രോഡക്റ്റ് ഉണ്ടാവും അല്ല, റിയാക്റ്റൻസ് കൂടി ചേർന്നിട്ടാണ് പ്രോഡക്റ്റ് തരുന്നത്. അപ്പോൾ നമ്മൾ റിയാക്റ്റൻസിൻ്റെ പ്രോഡക്റ്റ് HR ആയിട്ട് എടുക്കുകയാണ്. ഈ 6 താഴെയാണ് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇത് Hൻ്റെ താഴെയാണ് 6 വരെ, അതുപോലെ തന്നെ Hൻ്റെ താഴെയാണ് P വരെ. അതുപോലെ തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ എൻതാൽപ്പി HR-ഉം
പ്രോഡക്റ്റിൻ്റെ എൻതാൽപ്പി HP ആണെങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ. നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത് എന്താ? പ്രോഡക്റ്റും ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്നത് എന്താ? റിയാക്റ്റൻറ്റും. അപ്പോൾ അതുകൊണ്ട് HP മൈനസ് HR എന്ന് എഴുതും. അതാണ് ഇവിടെ എഴുതിയത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു HB മൈനസ് HR. നമ്മൾ കുറേ പ്രോബ്ലംസിലൊക്കെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറേ കണ്ടീഷൻസ് നോക്കുകയാണ്. അതായത് HP HR-നെക്കാട്ടും ഗ്രേറ്റർ ആണെന്ന് വിചാരിക്കുക. പ്രോഡക്റ്റിൻ്റെ എൻതാൽപ്പി റിയാക്റ്റൻ്റെ എൻതാൽപ്പിയെക്കാട്ടും നല്ലോണം കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കൊന്ന് ലോജിക്ക് ഇട്ട് നോക്കാം. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് HP മൈനസ് HR ആണ് അല്ലേ. അപ്പോൾ ഈ HP ഗ്രേറ്റർ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ കൂടും അല്ലേ. അത് പോസിറ്റീവ് വാല്യൂ ആവും, ഒരിക്കലും നെഗറ്റീവ് ആവില്ല. കാരണം ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്നാണ്. ഫസ്റ്റ് ടേം കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ വാല്യൂ മൊത്തത്തിൽ കൂടും അല്ല. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. എപ്പോഴാണ് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആവുക? എപ്പോഴാണ് എൻതാൽപ്പി പോസിറ്റീവ് ആവുക? ഹീറ്റ് അബ്സോർബ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് പറയുക എൻഡോതെർമിക് പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ എൻതാൽപ്പി റിയാക്റ്റിൻ്റെ എൻതാൽപ്പിയെക്കാട്ടും ഗ്രേറ്റർ ആവുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആവും ആൻഡ് ഹീറ്റ് ഇസ് അബ്സോർബ് ഡ്യൂറിങ് ദ പ്രോസസ്സ്. സച്ച് എ പ്രോസസ് ഇസ് കോൾഡ് എൻഡോതെർമിക് പ്രോസസ്സ്. എൻഡോ എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളിക്ക് അബ്സോർബ് ചെയ്യുക. ഹീറ്റിനെ തെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ്, ടെമ്പറേച്ചർ അങ്ങനത്തെ ഒരു മീനിങ് ആണ്. അപ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ് എൻഡോതെർമിക് പ്രോസസ്സ്. അവിടെ HP എന്ന് പറയുന്നത് HR-നെക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കും ആൻഡ് ഡെൽറ്റ എച്ച് വിൽ ബി പോസിറ്റീവ്. ഇനി വേറൊരു കണ്ടീഷൻ എടുത്ത് നോക്കാം. HR ആണ് HP-യെക്കാട്ടും ഗ്രേറ്റർ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവും. അപ്പോൾ എന്താണ് ഡെൽറ്റ എച്ച് എപ്പോഴാണ് നെഗറ്റീവ് ആവുക? ഹീറ്റ് ഇവോൾവ് ആവുമ്പോൾ അല്ലേ. അപ്പോൾ ഇഫ് HP is less than HR, delta H is negative and heat is evolved during the process, and such a process is called exothermic process. ഹീറ്റ് റിലീസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുന്നത്. അപ്പോൾ എക്സോതെർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇവോൾവ് ആവുന്ന പ്രോസസ്സാണ്. അതിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. അതെങ്ങനെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവണു? HP ലെസ് ദാൻ HR ആയതുകൊണ്ട്. ഓക്കെ. ഇനി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ എൻതാൽപ്പി ആൻഡ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ കൺസിഡർ എ ഗേഷ്യസ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചറും പ്രഷറും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കാണെന്ന് വിചാരിക്കുക. പിന്നെ ഗേഷ്യസ് റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. ഗേഷ്യസ് റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഗ്യാസുകൾ തമ്മിലുള്ള റിയാക്ഷനാണ്. അപ്പോൾ അവർക്ക് കോൺസ്റ്റൻറ്റ് പ്രഷറും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ലെറ്റ് H1, U1, V1 be the initial enthalpy, internal energy and volume respectively. H1 എന്ന് പറയുന്നത് ഇനീഷ്യലി ഉള്ള എൻതാൽപ്പി, U1 എന്ന് പറയുന്നത് ഇനീഷ്യലി ഉള്ള ഇൻറ്റേർണൽ എനർജി, V1 എന്ന് പറയുന്നത് ഇനീഷ്യൽ വോള്യം. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതെല്ലാം Hൻ്റെ താഴെ 1, Uൻ്റെ താഴെ 1, Vൻ്റെ താഴെ 1 അങ്ങനെ കൊടുക്കണ്ടേ കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ H1, U1, V1 എന്നുള്ള വാല്യൂസിനെ H2, U2, V2യിലേക്ക് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? H is equal to U plus PV എന്ന് പറഞ്ഞിട്ടുള്ള എൻതാൽപ്പിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യുക. H1 is equal to U1 plus PV1. എന്തുകൊണ്ടാണ് P എന്ന് എഴുതിയത്? P1, V1 എന്ന് എഴുതിക്കൂടെ നമുക്ക്? എന്തുകൊണ്ടാണ് ഞാൻ P എന്ന് മാത്രം എഴുതിയത്? കാരണം എന്താ, നമ്മളിവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കാണ്, പിന്നെ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കാണ്. അത് ആവശ്യം വരും, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വെച്ച കാരണം P എന്ന് മാത്രം എഴുതിയാൽ മതി. പ്രഷർ എപ്പോഴും സെയിം ആവും. ഓക്കെ. അപ്പോൾ H2 ആയാലും H1 ആയാലും ഒക്കെ P തന്നെയാണ്. അപ്പോൾ H1 is equal to U1 plus PV1 അത് ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ H2 equal to U2 plus PV2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷനായിട്ട് എഴുതാം. ഈ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ കാരണമാണ് നമ്മളിങ്ങനെ ചെയ്യണേ. അത് ഓർമ്മയിലുണ്ടാവണം കേട്ടോ എപ്പോഴും എഴുതുമ്പോൾ. അപ്പോൾ അങ്ങനെ എഴുതി. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ഗിവ്സ് H2 മൈനസ് H1. ലെഫ്റ്റ് സൈഡിൽ H2 മൈനസ് H1 എന്ന് വരും. പിന്നെ U2 പ്ലസ് PV2 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് U1 പ്ലസ് PV1. ഇപ്പോൾ നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഡയറക്റ്റ്ലി നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യും? മൈനസ് U1 പ്ലസ് PV1 എഴുതും. തെറ്റായില്ലേ ആൻസർ? അപ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് സൈൻ ഫ്രണ്ടിലുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഒരു ടേം ആയാലും ശരി, ഒരു ടേം ആയാലും രണ്ട് ടേം ആയാലും എത്ര ടേംസ് ഉണ്ടെങ്കിലും മൈനസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ഇടാം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ഓക്കെ. നമുക്ക് ഓർമ്മയും വരും, എന്താ ഓരോന്നിനും നെഗറ്റീവ് വാല്യൂ കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഓർമ്മയിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കും. ഓക്കെ. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക നെഗറ്റീവിന് മുമ്പ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ H2 മൈനസ് H1 എന്താ? ഡെൽറ്റ എച്ച് അല്ല. നമ്മൾ പറഞ്ഞില്ലേ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് H2 മൈനസ് H1 ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അപ്പോൾ H2 മൈനസ് H1 പകരം നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ എച്ച് എന്ന് എഴുതാം. ഇൻറ്റേർണൽ എനർജീസ് എല്ലാം ഒരുമിച്ച് എഴുതുക, PVs എല്ലാം ഒരുമിച്ച് എഴുതുക. അപ്പോൾ U2 മൈനസ് U1 മൈനസ് U1 ഒരുമിച്ച് എഴുതി.
പ്ലസ് PV2 മൈനസ്, ഈ മൈനസ് ഉള്ളിക്കെടുത്തു, മൈനസ് PV1. അപ്പോൾ U2 മൈനസ് U1 എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി അല്ലേ, ഡെൽറ്റ U അല്ലേ. അതുപോലെ ഇതിൽ നിന്ന് P പുറത്തേക്ക് എടുക്കാം, V2 മൈനസ് V1 എഴുതാം. V2 മൈനസ് V1 എന്താ? ഡെൽറ്റ V അല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, ഡെൽറ്റ H ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് കേട്ടോ. പക്ഷെ നമ്മുടെ റിലേഷൻ അവിടെ വെച്ച് കഴിയണില്ല, നമ്മുടെ റിലേഷൻ കഴിയണത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും നമുക്കറിയാം, PV ഈക്വൽ ടു nRT എന്ന് പറയുന്നത് അല്ലേ. ഇനി N1ഉം N2 ആണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് റെസ്പെക്റ്റീവ്ലി എന്ന് വിചാരിക്കുക. അതായത് N1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസും N2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് എന്നും വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുകയാണ്. പിന്നെ R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ഓൾറെഡി ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്ത് വന്നാലും ഏത് വോളിയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും അതിൻ്റെ വാല്യൂ മാറില്ല. അതുപോലെ തന്നെ ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷറും ടെമ്പറേച്ചറും ആയ കാരണം അത് രണ്ടും മാറില്ല. അപ്പോൾ Pന്നും Tന്നും Rന്നും തന്നെ എല്ലാ പ്രോസസ്സിലും അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും എഴുതിയാൽ മതി. അപ്പോൾ PV1 ഇസ് ഈക്വൽ ടു N1RT എന്നും PV2 ഇസ് ഈക്വൽ ടു N2RT എന്നും കിട്ടും. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുക. PV2 മൈനസ് PV1 ഇസ് ഈക്വൽ ടു N2RT മൈനസ് N1RT. ഇതിൽ നിന്ന് P പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? V2 മൈനസ് V1 കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു RT കോമൺ ആണ്. അപ്പോൾ RT പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ N2 മൈനസ് N1 കിട്ടും. V2 മൈനസ് V1 എന്താ? ഡെൽറ്റ V അല്ലേ. അപ്പോൾ P ഡെൽറ്റ V ഇസ് ഈക്വൽ ടു N2 മൈനസ് N1 എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ N അല്ലേ. ഡെൽറ്റ N ഇൻറ്റു RT എന്ന് കിട്ടും. ഇതും വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 3 എന്തായിരുന്നു? ഡെൽറ്റ H ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V അല്ലേ. ഞാൻ പറഞ്ഞിരുന്നു ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇതിനെ നമ്മൾ മറ്റേ ഇക്വേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ H ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V എന്നുള്ളത് ഓർമ്മിച്ച് വയ്ക്കുക. അതിൽ കൊണ്ട് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഡെൽറ്റ H ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V എന്നായിരുന്നു ഇക്വേഷൻ. അപ്പോൾ അതിൽ ആ P ഡെൽറ്റ Vക്ക് പകരം ഡെൽറ്റ NRT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ H ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NRT എന്നാവും. ഇതിൽ ഡെൽറ്റ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻ്റ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാനുള്ളത് ഗേഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ മാത്രമേ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ആദ്യം പ്രോഡക്റ്റ് പിന്നെ റിയാക്ടൻ്റ്, പ്രോഡക്റ്റ് മൈനസ് റിയാക്ടൻ്റിന് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതും ഗേഷ്യസ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോളിഡോ ലിക്വിഡോ എക്വസോ ഒന്നും നമ്മൾ എടുക്കാണ്ട് ഗേഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ നമ്പർ ഓഫ് മോൾസ് മാത്രമാണ് കൺസിഡർ ചെയ്യുക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ. ഇനിയിപ്പോൾ നമ്മൾ ഡെൽറ്റ N എന്ന് പറയുന്നത് 0 എന്ന് വിചാരിക്കുക. കുറച്ച് കണ്ടീഷൻസ് നോക്കുകയാണ്. അതായത് ഡെൽറ്റ N 0 എന്ത് സംഭവിക്കും? ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും ഈക്വൽ ആവും. അതുപോലെ ഡെൽറ്റ N ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഈ ഒരു ടേം 0-നെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യുവിനെക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കും. പിന്നെ ഡെൽറ്റ N എന്ന് പറയുന്നത് 0-നെക്കാട്ടും ലെസ്സർ ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഡെൽറ്റ യുവിനെക്കാട്ടും ലെസ്സർ ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തതാണ്. ഇനി അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് ചേഞ്ച് ഇൻ എൻതാൽപ്പി. ചേഞ്ച് ഇൻ എൻതാൽപ്പിയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. വി നോ ദാറ്റ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതാണ് സിഗ്നിഫിക്കൻസും എല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട്, എന്താണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് എഴുതാൻ മറക്കരുത്. പ്രഷർ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇതും ഡെൽറ്റ എന്ന് നമുക്ക് എഴുതാം. പക്ഷെ അങ്ങനത്തെ കണ്ടീഷൻസ് വരാറില്ല. അതുകൊണ്ട് നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറിന് എഴുതാൻ മറക്കരുത്. അപ്പോൾ സിഗ്നിഫിക്കൻസ് എഴുതുമ്പോൾ, ചേഞ്ച് ഇൻ എൻതാൽപ്പിയുടെ സിഗ്നിഫിക്കൻസ് എഴുതുമ്പോൾ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇനി ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇങ്ങനെയൊക്കെ എടുത്തെഴുതണം കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചും കൂടി മാർക്ക് കിട്ടും. എവിടെയും മാർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടാവില്ല. ഏത് ലോ യൂസ് ചെയ്യാണ്, എന്താണ് ഇക്വേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് കണ്ടീഷൻസ്, അങ്ങനെയൊക്കെ ബ്രാക്കറ്റിലും ഇങ്ങനെയൊക്കെ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നാണ്. ആ ഡബ്ല്യു എക്സ്പാൻഷണലായ കാരണം മൈനസ് പി ഡെൽറ്റ വിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വിന്ന് കിട്ടും. ഇതിൽ നമ്മൾ പി ഡെൽറ്റ മൈനസ് പി ഡെൽറ്റ വിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വിന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇവിടെയും ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ക്യൂവിൻ്റെ അവിടെയും ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി തന്നെയാണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ അല്ല ഈക്വേഷൻസ് ലെഫ്റ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്തൂടെ നമുക്ക്.
അപ്പോൾ ഫ്രം ദ അബവ് ഇക്വേഷൻസ് വി ക്യാൻ റൈറ്റ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി. ഈ പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ താഴെയാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് ക്യൂ പി എന്ന് എഴുതിയ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നുള്ള കണ്ടീഷനിലേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ അറ്റ് കോൺസ്റ്റൻറ്റ് പി എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യൂ പി എന്ന് എഴുതിയാണ്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച് എന്താണ്? എൻതാൽപ്പി ചേഞ്ച് in a chemical reaction is equal to the amount of heat evolved or absorbed at constant pressure, and this is the significance of delta H. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിലെ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ് ആവുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുക എന്നുള്ള ആ എമൗണ്ടിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഡെൽറ്റ എച്ചിൻ്റെ സിഗ്നിഫിക്കൻസ്, അതായത് ചേഞ്ച് ഇൻ എൻതാൽപ്പിയുടെ സിഗ്നിഫിക്കൻസ്. നമ്മുടെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ സിഗ്നിഫിക്കൻസ് എന്താ പറഞ്ഞത്? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ് ഓർ അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം. അത്രേ മാറ്റുള്ളൂ. അവിടെ വോള്യത്തിലാണ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണേ, ഇവിടെ പ്രഷറിനെയാണ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണേ. അത്രേ മാറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക എപ്പോഴും, അപ്പോൾ അത് എളുപ്പമായിരിക്കും. ഇനി അടുത്തത് ഹീറ്റ് കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ത്രൂ 1 degree Celsius ഓർ 1 Kelvin. അതായത് ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ 1 degree Celsius അല്ലെങ്കിൽ 1 Kelvin ആയിട്ടോ നമുക്ക് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ആവശ്യമുണ്ട്, അതിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുക. എത്ര കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഹീറ്റ് കപ്പാസിറ്റി പറയണേ. If Q amount of heat is required to raise the temperature of a body through delta T, then the heat capacity C is equal to Q by delta T. അതായത് ഹീറ്റ് കപ്പാസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് C ആണ്. അപ്പോൾ Q ആണ് നമ്മുടെ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് വിചാരിക്കുക, വിച്ച് ഇസ് റിക്വയർഡ് ടു റേസ് എ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ത്രൂ ഡെൽറ്റ ടി. അതായത് ഡെൽറ്റ ടി ടെമ്പറേച്ചറായിട്ട് റേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ Q by ഡെൽറ്റ ടി ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്, മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് തന്നെ പറയുമ്പോൾ സ്പെസിഫൈ ചെയ്യാൻ പറയേണ്ടത് എന്താണ്? സ്പെസിഫൈ ചെയ്യാൻ പറയുന്നത് മാസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീൻ്റെയും മോളാർ ഹീറ്റ് കപ്പാസിറ്റീൻ്റെയും ഡെഫിനിഷൻസ് എളുപ്പമായിട്ട് പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്താ പറഞ്ഞിട്ട് ഇസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് എ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ത്രൂ 1 degree Celsius ഓർ 1 Kelvin എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും പറയുന്നത്. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ, ഇവിടെ ഓഫ് എ ബോഡി എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ചെയ്തി, ഇവിടെ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ ബോഡി, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാസ് ഉണ്ട്, യൂണിറ്റ് മാസ് ഓഫ് എ ബോഡി ത്രൂ 1 degree Celsius ഓർ 1 Kelvin. ഓക്കെ, ഇനി മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് എ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു മോളാണ്, മോളാർ എന്ന് തന്നെ പറയുമ്പോൾ തന്നെ മോളാണ് വരിക. ഒരു മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 degree Celsius ഓർ 1 Kelvin. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. സി പിയും സി വിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഈ സി പി എന്താണെന്നും സി വി എന്താണെന്നും പറഞ്ഞുതരാം. അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം ഹീറ്റ് കപ്പാസിറ്റി സി ഇസ് ഡിനോട്ടഡ് ബൈ സി വി ആൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ സി പി. അതായത് വോള്യം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുകയാണെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി സിനെ ഡിനോട്ട് ചെയ്യുക സി വി എന്നാണ്. കോൺസ്റ്റൻറ്റ് വോള്യം എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി കൊടുത്തതാണ്. ആൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ സി പി. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കാണിക്കാനാണ് സി പി എന്ന് പറഞ്ഞിട്ട് എഴുതിയാണ്. അപ്പോൾ നമുക്കറിയാം ക്യൂ ഇസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി. ഇതെവിടെ നിന്ന് ക്യൂ ഇസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി വന്നേ? നേരത്തെ ഇക്വേഷൻ നോക്കാം. ഹീറ്റ് കപ്പാസിറ്റി സി എന്ന് പറയുന്നത് ക്യൂ ബൈ ഡെൽറ്റ ടി ആയിരുന്നില്ലേ. ക്യൂവിന് എങ്ങനെ എഴുതാം? ഈ ഡെൽറ്റ ടീനെ സീൻ്റെ അവിടേക്ക് കൊണ്ടുപോയാൽ ക്യൂ ഇസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി എന്നായില്ലേ. ഈ ഇക്വേഷനാണ് നമ്മൾ അവിടെ എഴുതിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വി നോ ദാറ്റ് ഹീറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി. ക്യൂ എന്ന് പറയുന്നത് സി ഡെൽറ്റ ടിക്ക് ഈക്വലാണ്. അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം ദ ഹീറ്റ് ക്യൂ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. അതായത് ഇതെങ്ങനെയാണ് വരികയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഡെൽറ്റ യു എന്താണെന്നുള്ളത് നോക്കണ്ട, ഇത് നോക്കണ്ട. ക്യൂ വിയും സി വി ഡെൽറ്റ ടിയും നോക്കുക. നമുക്കറിയാം കോൺസ്റ്റൻറ്റ് വോള്യത്തിലെ ഹീറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യൂ താഴെ വീന്നാണ് കേട്ടോ എഴുതേണ്ട. ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോള്യത്തിലാവുമ്പോൾ ഉള്ള ഹീറ്റ് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യൂ വി എന്ന് പറഞ്ഞാൽ എഴുതണേ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻറ്റ് വോള്യം എന്ന് പറയുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി സീനെ ഡിനോട്ട് ചെയ്യുക സി വി ആയിട്ടാണ്. അപ്പോൾ അത്
ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും QV = CV ∆T എന്നാവില്ലേ. അതാണ് ഇവിടെ എഴുതിയാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഗ്നിഫിക്കൻസ് ഓഫ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യത്തിൽ നടക്കുന്ന ഹീറ്റ് അബ്സോർബ് ഓർ ഇവോൾവ് ആവുന്ന എമൗണ്ടാണ് ചേഞ്ച് ഇൻ എൻതാൽപ്പിയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ∆Uക്ക് ഈക്വൽ ആവണം ഈ QV എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു CV ∆T. ഇനി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഹീറ്റിനെ ഡിനോട്ട് ചെയ്യുക QP എന്നാണ്. Q താഴെ P എന്ന് കേട്ടോ. അപ്പോൾ QP വിൽ ബി ഈക്വൽ ടു നമുക്കറിയാം കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് കപ്പാസിറ്റി സീനെ ഡിനോട്ട് ചെയ്യണത് CP വഴിയാണ് അല്ലേ. അപ്പോൾ QPനെ എങ്ങനെ എഴുതാം? ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ QP = CP ∆T എന്നായില്ലേ. ഇനി നമ്മൾ എൻതാൽപ്പി ചേഞ്ച് ഇൻ എൻതാൽപ്പിയുടെ സിഗ്നിഫിക്കൻസ് നോക്കാം. എൻതാൽപ്പി ചേഞ്ചിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു? അത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് ഒന്നാമത് നടക്കുക. പിന്നെ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് അല്ലെങ്കിൽ അബ്സോർബ്ഡ് ആവുന്നുണ്ട് എന്നുള്ള ആ എമൗണ്ടിനെ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എത്രയാണോ അതാണ് ചേഞ്ച് ഇൻ എൻതാൽപ്പിയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ QP = CP ∆T എന്ന് പറയുന്നത് ∆Hന് ഈക്വൽ ആവണേ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്കറിയാം H = U + PV അല്ലേ. എൻതാൽപ്പിയുടെ അവിടെ പഠിച്ചതാണ്. ഫോർ 1 മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, ഒരു മോൾ ഐഡിയൽ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അതായത് N1 ആണെങ്കിൽ ∆H = ∆U + ∆PV എന്നാവും. ∆H നമ്മൾ ചേഞ്ച് എടുക്കുകയാണ്, ഫുൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ചേഞ്ച് ഇൻ പ്രഷർ, വോളിയം എന്ന് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ∆H = ∆U + ∆PV. ദിസ് ഈസ് ഈക്വൽ ടു ∆U + ∆RT. ഇതെങ്ങനെയാണ് വന്നത്? PV = nRT എന്നറിയാലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിൽ N നമ്മൾ 1 ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് PV = RT എന്ന് ചെയ്തത്. അപ്പോൾ ഈ PVക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? RT എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ∆U + R ∆T. ഈ ആറിന് എന്താ ഡെൽറ്റ വരാഞ്ഞാൽ? കാരണം അതൊരു കോൺസ്റ്റൻ്റ് ആണ്, ആ കോൺസ്റ്റൻ്റ് ഒരിക്കലും മാറില്ല. അപ്പോൾ ∆H = ∆U + R ∆T എന്ന് പറയുന്നതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് വേറൊരു ഇക്വേഷൻ. നമ്മുടെ റിലേഷൻ കഴിഞ്ഞിട്ടില്ല, റിലേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലാണ് അവസാനിച്ചത് ∆H = ∆U + R ∆T. സോ ഓൺ പുട്ടിംഗ് ദ വാല്യൂസ് ഓഫ് ∆H and ∆U വി ഗെറ്റ് ∆Hൻ്റെയും ∆Uൻ്റെയും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ∆Hൻ്റെയും ∆Uൻ്റെയും വാല്യൂ എന്തായിരുന്നു? ∆Hൻ്റെ വാല്യൂ CP ∆T എന്നും ∆Uൻ്റെ വാല്യൂ CV ∆T എന്നായിരുന്നു. അത് ഈ ഇക്വേഷനിലെടുത്ത് കൊടുക്കുക. അപ്പോൾ നോക്കാം എന്താ വരികയെന്ന്. ∆H വിൽ ബി ഈക്വൽ ടു ∆U + R ∆Tയിൽ ∆Hൻ്റെയും ∆Uൻ്റെയും വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ CP ∆T = CV ∆T + R ∆T എന്ന് വരും. ഇതിൽ ∆T's എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ലേ? അതായത് ∆T കൊണ്ട് ലെഫ്റ്റും റൈറ്റും ഡിവൈഡ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത് ചിലവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലേ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ∆T കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ∆T's ക്യാൻസലാവും. ഇവിടെ എങ്ങനെയാണ് ക്യാൻസലാവുകയെന്ന് വെച്ചാൽ ഈ രണ്ട് ടേമിലും ∆T കോമൺ ആണ്. അപ്പോൾ ആ ∆T പുറത്തെടുക്കുക, ബാക്കി എന്ത് വരും? ബ്രാക്കറ്റിൽ CV + R എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തത് ∆T കൊണ്ടാണ്. അപ്പോൾ ന്യൂമറേറ്ററിലെ ∆T ഡിനോമിനേറ്ററിലെ ∆Tയും ഡിവൈഡഡ് ആവും അല്ലേ, കട്ട് ചെയ്ത് പോവും. അപ്പോൾ അവിടെ ബാക്കി എന്താ ഉണ്ടാവുക? CP = CV + R എന്ന് വരും. അപ്പോൾ നമ്മുടെ റിലേഷൻ CPയും CVയും തമ്മിലുള്ള റിലേഷൻ അങ്ങനെ വരും? CP - CV = R എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് Q = C ∆T എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹീറ്റിൻ്റെ ഇക്വേഷൻ അറിഞ്ഞു വയ്ക്കണം. പിന്നെ H = U + PV എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ അറിയാം. ഇത്രയാണ് അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്. പിന്നെ ഈ ഒരു കാര്യം കൂടി അറിയാം, കോൺസ്റ്റൻറ്റ് വോളിയം ആകുമ്പോൾ ∆U എന്ന് പറയുന്നത് CV ∆Tയും കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുമ്പോൾ ∆H എന്ന് പറയുന്നത് CP ∆T എന്നുള്ള രണ്ട് ഇക്വേഷൻസും അറിഞ്ഞിരിക്കുക. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എൻതാൽപ്പി ∆RH. ഇതിൽ R എന്ന് പറയുന്നത് ഈ ഡെൽറ്റയുടെ താഴെയായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ reactants are converted into products and is represented by reactants giving products അല്ലേ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻസ് ആണ് പ്രോഡക്റ്റ്സ് ആയിട്ട് മാറുക, അതാണ് ഇവിടെ കാണിച്ചത്. സോ ദ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഇസ് കോൾഡ് റിയാക്ഷൻ എൻതാൽപ്പി. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എത്രകൊണ്ട് എൻതാൽപ്പിയിൽ വ്യത്യാസം വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് റിയാക്ഷൻ എൻതാൽപ്പി പറയുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ സിമ്പിൾ ∆RH. റിയാക്ഷൻ അല്ലേ, അതിന് ഡിനോട്ട് ചെയ്യണം R. ചേഞ്ച് ഇൻ എൻതാൽപ്പി ∆H. ഈ R ഇടയിൽ വരുന്നത് റിയാക്ഷൻ്റെ എത്ര ചേഞ്ച് ഇൻ എൻതാൽപ്പി വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ∆RH എന്ന് കൊടുക്കും, അതാണ് അതിൻ്റെ സിമ്പിൾ. ഇനി ∆RH is equal to sum of enthalpies of products
പ്രോഡക്റ്റിൻ്റെ എൻതാൽപ്പിൻ്റെ വരുന്ന സമ്മ, അതായത് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരുടെയും എൻതാൽപ്പീൻ്റെ സമ്മ മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടൻറ്റിൽ വരുന്ന എൻതാൽപ്പീസിൻ്റെ സമ്മ. ഓക്കെ, അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തത്. ഡെൽറ്റ ആർ എച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ എച്ച് പി മൈനസ് സിഗ്മ എച്ച് ആർ. ഓക്കെ, പ്രോഡക്ട്സ് മൈനസ് നമ്മളെപ്പോഴും ഡെൽറ്റ എച്ച് പറഞ്ഞത് എന്തായിരുന്നു? പ്രോഡക്റ്റിൻ്റെ എൻതാൽപ്പി മൈനസ് റിയാക്ടറിൻ്റെ എൻതാൽപ്പി അല്ലേ? അതുപോലെ തന്നെയാണ് ഡെൽറ്റ എച്ച് എന്ന് പറയുമ്പോൾ സിഗ്മ എച്ച് പി, അതായത് പ്രോഡക്ട്സിന് എത്രയൊക്കെ പ്രോഡക്ട്സ് ഉണ്ടോ അവരുടെ എല്ലാവരുടെയും എൻതാൽപ്പിയുടെ സമ്മ മൈനസ് എത്രയൊക്കെ റിയാക്റ്റൻസ് ഉണ്ടോ അവരുടെ എല്ലാവരുടെയും എൻതാൽപ്പിയുടെ സമ്മ. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്, കാരണം നമുക്കിത് നമ്മുടെ പ്രോബ്ലംസിലൊക്കെ കുറേ യൂസ് ചെയ്യാനുണ്ട്. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നതാണ് ഡെൽറ്റ ആർ എച്ച് നോട്ട്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ആർ എച്ച് നോട്ട് എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണിക്കുകയാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ വാക്കിനെ കാണിക്കാനാണ് ഇങ്ങനെ എച്ചിൻ്റെ മേലെയായിട്ട് ഒരു ഡിഗ്രി പോലെ ഈ നോട്ട് ഇടുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ദി എൻതാൽപ്പി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ വെൻ ഓൾ സബ്സ്റ്റൻസസ് ആർ ഇൻ ദി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. അതായത് ഒരു റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എല്ലാ സബ്സ്റ്റൻസും അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് എന്താണ് ഈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സബ്സ്റ്റൻസും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ അവരിലുണ്ടാവുന്ന റിയാക്ഷനിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി, അതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു റിയാക്ഷൻ, ആ റിയാക്ഷനിൽ എല്ലാ സബ്സ്റ്റൻസും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവരിൽ വരുന്ന ചേഞ്ച് ഇൻ എൻതാൽപ്പിയാണ് എന്ത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്, ഡിനോട്ടഡ് ബൈ ഡെൽറ്റ ആർ എച്ച് നോട്ട്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്യുവർ ഫോമിലിരിക്കുക എന്നാണ് അർത്ഥം. പ്യുവർ ഫോം എന്ന് പറയുമ്പോൾ 1 ബാർ പ്രഷറും 298 കെൽവിൻ ടെമ്പറേച്ചറുമാണ്. 1 ബാർ പ്രഷറും 298 കെൽവിൻ ടെമ്പറേച്ചറുമാണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നോക്കാം. അതിന് ഡിനോട്ട് ചെയ്യണത് ഡെൽറ്റ എഫ് എച്ച് നോട്ട് കൊണ്ടാണ്. അല്ല, എഫ് എന്ന് പറയുന്നത് ഡെൽറ്റേൻ്റെ താഴെയായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ ഫോർമേഷൻ ഓഫ് 1 mole of a compound from its element in their most stable state of aggregation, that is reference state. അതായത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മോളിൻ്റെ കേസാണ് എടുക്കണത്. എലമെൻറ്റ്സ് അവരുടെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് ആഗ്രിഗേഷൻ, അതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് ആഗ്രിഗേഷൻ റെഫറൻസ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിന് ഈക്വലാണ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 298 കെൽവിൻ ടെമ്പറേച്ചറും 1 ബാർ പ്രഷറും. നമ്മൾ ബാക്കിയുള്ള പോയിൻറ്റ്സിൽ പറയുന്നുണ്ട്, എന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. റെഫറൻസ് സ്റ്റേറ്റ്, മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് ആഗ്രിഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 298 കെൽവിൻ ടെമ്പറേച്ചറും 1 ബാർ പ്രഷറും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ഫോർമേഷൻ, അതായത് ഡെൽറ്റ എഫ് എച്ച് നോട്ട് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് അവരുടെ സ്റ്റേബിൾ സ്റ്റേറ്റിലിരിക്കുകയാണ്. അതായത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ എലമെൻറ്റ്സ് കൂടിയിട്ടാണ് കമ്പൗണ്ട്സ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ അങ്ങനെ എലമെൻറ്റ്സ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലിരിക്കുന്ന എലമെൻറ്റ്സ് കൂടി കമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ആ ഒരു മോൾ കമ്പൗണ്ടിന് എത്ര സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് വേണോ അതിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുക. അതായത് ഒരു മോൾ കമ്പൗണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലിരിക്കുന്ന എലമെൻറ്റ്സ് കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സ്റ്റാൻഡേർഡ് ചേഞ്ച് ഇൻ എൻതാൽപ്പി വേണോ അതിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നമ്മളിനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole of carbon dioxide is formed from carbon and oxygen at 298 Kelvin temperature and 1 bar pressure and all the substances are in their stable state. അതായത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എടുക്കുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കമ്പൗണ്ട് ഒരു മോളാണ് നമ്മൾ എടുക്കുക. ഒരു മോളാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഒരു മോൾ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ ആ കമ്പൗണ്ടിൻ്റെ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഉണ്ടാവണത്? കാർബൺ പ്ലസ് ഓക്സിജനാണ് അല്ലേ? അപ്പോൾ ഈ കാർബണും ഓക്സിജനുമാണ് എലമെൻറ്റ്സ് അവരുടെ സ്റ്റേബിൾ സ്റ്റേറ്റിലിരിക്കണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലിരിക്കണം, റെഫറൻസ് സ്റ്റേറ്റിലൊക്കെ ഇരിക്കണം എന്നാണ് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത് അല്ലേ? It is formed from the elements in their most stable state of aggregation, that is reference state. അപ്പോൾ കാർബണും ഓക്സിജനും റെഫറൻസ് സ്റ്റേറ്റിലിരിക്കുകയാണ്, അതായത് അറ്റ് 298 കെൽവിൻ ടെമ്പറേച്ചറിലും 1 ബാർ പ്രഷറിലും ഇരിക്കുകയാണ്. ആൻഡ് ഓൾ ദി സബ്സ്റ്റൻസസ് ആർ ഇൻ ദ സ്റ്റേബിൾ സ്റ്റേറ്റ്, സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിലിരിക്കുകയാണ്. അതായത് കാർബൺ ആണെങ്കിൽ സി ആയിട്ടിരിക്കുന്നു, ഓക്സിജൻ O2 ആയിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന കണ്ടീഷൻസിൽ ഒരു മോൾ ഈ എലമെൻറ്റ്സ് എല്ലാം കൂടിയിട്ട്
ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എൻതാൽപ്പി ചേഞ്ചിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ദ റെഫറൻസ് സ്റ്റേറ്റ് ഓഫ് എൻ എലമെൻറ്റ് ഇസ് ഇറ്റ്സ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 298 കെൽവിനെയാണ് ഉദ്ദേശിക്കുന്നത്. 25 + 273 എത്രയാണ്? 298 അല്ലേ? അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 298 കെൽവിൻ ടെമ്പറേച്ചറിലും 1 ബാർ പ്രഷറുമാണ് റെഫറൻസ് സ്റ്റേറ്റ് ഓഫ് എൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് റെഫറൻസ് സ്റ്റേറ്റ് ഓഫ് ഡൈഹൈഡ്രജൻ എന്ന് പറയുന്നത് H2 ഗ്യാസാണ്. H2 ഗ്യാസാണ് ഡൈഹൈഡ്രജൻ്റെ റെഫറൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഡൈ ഓക്സിജൻ്റെ O2, കാർബണിൻ്റെ കാർബൺ ഗ്രഫൈറ്റ് എന്ന് പറയുന്നതാണ്. പിന്നെ സൾഫറിൻ്റെ റോംബിക്, അതായത് S8 എന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട, സൾഫർ റോംബിക് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ഓർ കണ്ടീഷൻസ്. ഓക്കെ, ഇനി ബൈ കൺവെൻഷൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ΔFH0 ഓഫ് എൻ എലമെൻറ്റ് ദ റെഫറൻസ് സ്റ്റേറ്റ് ഇസ് ടേക്കൺ ആസ് 0. അതായത് ഒരു എലമെൻറ്റ് അവർ റെഫറൻസ് സ്റ്റേറ്റിലാണ് ഇരിക്കണമെങ്കിൽ അതിൻ്റെ ΔFH0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റ് ഓർമ്മയിലുണ്ടെങ്കിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, now by knowing the standard enthalpy of formation of reactants and products, we can determine the standard enthalpy of reaction by the equation delta RH0 is equal to sigma delta FH0P minus sigma delta FH0R. അതായത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻറ്റും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ΔFH0Pയും ΔFH0Rഉം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. റിയാക്ഷനാണ്, കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ അതിൽ ഒരു പ്രോഡക്റ്റും ഒരു റിയാക്റ്റൻറ്റും ആവണമെന്നില്ല അല്ലേ? കുറേ പ്രോഡക്ട്സും കുറേ റിയാക്റ്റൻസ് കൂടിയിട്ട് കുറേ പ്രോഡക്ട്സ് തരാം അല്ലേ? അപ്പോൾ അവരുടെ എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് ആദ്യം എല്ലാം ആഡ് ചെയ്യുക. അത് മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻസ് എല്ലാ റിയാക്റ്റൻറ്റിൻ്റെയും കൂടി ആഡ് ചെയ്തിട്ട് ഇത് രണ്ടിനെയും പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് എന്നുള്ള രീതിയിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. ഓക്കെ, മൊത്തം റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി കിട്ടും. മനസ്സിലായോ? അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. അപ്പോൾ ഇത്രയായിരുന്നു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷനെ പറ്റിയിട്ടുള്ളത്. ഇനി അടുത്തത് എൻതാൽപ്പീസ് ഓഫ് ഫേസ് ട്രാൻസിഷൻ. അതായത് ഫേസ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫേസിൽ നിന്ന് വേറൊരു ഫേസിലേക്ക് പോവുക അല്ലേ? അപ്പോൾ അവരിൽ ഉണ്ടാകുന്ന എൻതാൽപ്പിയിൽ വരുന്ന ചേഞ്ചുകൾ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് എ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ചേഞ്ചസ് ഫ്രം 1 ഫേസ് ടു അനദർ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു മോൾ സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഫേസിൽ നിന്ന് വേറൊരു ഫേസിലേക്ക് മാറാം അല്ലേ? അപ്പോൾ വരുന്ന എൻതാൽപ്പിയിൽ വരുന്ന ചേഞ്ചിനെയാണ് എൻതാൽപ്പീസ് ഓഫ് ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുക. ഇനി 3 ടൈപ്പ് എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ ഉണ്ട്. അതായത് നമുക്ക് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ചേഞ്ച് ചെയ്യാം, ലിക്വിഡിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ സോളിഡിൽ നിന്ന് ഡയറക്റ്റ് വേപ്പർ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം വിത്തൗട്ട് ചേഞ്ചിങ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. ഓക്കെ, അങ്ങനെ അറിയാലോ. അപ്പോൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ഡയറക്റ്റ് ചേഞ്ച് ആവുന്നത്. വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്ക് ചേഞ്ച് ആവുന്നത്. ആൻഡ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോവുക വിത്തൗട്ട് ചേഞ്ചിങ് ഇൻ ടു ലിക്വിഡ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ അതിനെ ഡിനോട്ട് ചെയ്യണമെന്നാണ് ΔFUSH0. ഈ FUS എന്ന് പറയുന്നത് ഡെൽറ്റേൻ്റെ താഴെയായിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, ഫ്യൂഷനെ ഡിനോട്ട് ചെയ്യണമെന്നാണ് FUS എന്ന് പറഞ്ഞാൽ 3 ലെറ്റേഴ്സ്. അപ്പോൾ ഇറ്റ് ഇസ് എൻതാൽപ്പി ചേഞ്ച് വെൻ 1 മോൾ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ചേഞ്ചസ് ടു ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. അതായത് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സോളിഡ് ലിക്വിഡായിട്ട് മാറുകയാണ്, പിന്നെ മെൽറ്റിംഗ് പോയിൻറ്റിലാണ് നടക്കുന്നത്. നമ്മുടെ മെയിൻ ഡെഫിനേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ ഡെഫിനേഷൻസ് എളുപ്പമായിട്ട് പഠിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ഡെഫിനേഷൻ പറയുന്നത് എന്താ? എൻതാൽപ്പി ചേഞ്ച് വെൻ 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ചേഞ്ചസ് ഫ്രം 1 ഫേസ് ടു അനദർ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഇതിൽ ചില വാക്കുകൾക്ക് പകരം ഇവിടുത്തെ സ്പെസിഫിക് ആയിട്ടൊന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എൻതാൽപ്പി ഓഫ് ഫ്യൂഷനിൽ എന്താണ് എൻതാൽപ്പി ചേഞ്ച് വെൻ 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് എന്നാണ് മെയിൻ ഡെഫിനേഷനിൽ. ഇവിടെ സോളിഡ് സബ്സ്റ്റൻസ്, സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ആവുകയാണ്. അപ്പോൾ 1 മോൾ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ചേഞ്ചസ് ഫ്രം 1 ഫേസ് ടു അനദർ എന്നല്ലേ? ചേഞ്ചസ് ടു ഫ്രം പറഞ്ഞു നമ്മൾ. സോളിഡ് സബ്സ്റ്റൻസ് എന്താവണോ? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറണം. അപ്പോൾ 1 മോൾ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ചേഞ്ചസ് ടു ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ്
a particular temperature എന്നായിരുന്നു അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഇവിടെ മെൽറ്റിംഗ് പോയിൻറ്റിലല്ല, അതായത് നമ്മളൊരു ഐസ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ആ ഐസ് ക്യൂബ് സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കണേ. അതിനെ മെൽറ്റ് ചെയ്യുമ്പോഴാണ്, എപ്പോഴും മെൽറ്റ് ചെയ്യുക എന്ന് പറയാതെ സോളിഡിൽ നിന്ന് ലിക്വിഡ് ഫോമിലേക്ക് ആകുമ്പോൾ, അപ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റിലാണ് മെൽറ്റ് ചെയ്യണത്. അപ്പം സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത് മെൽറ്റിംഗ് പോയിൻറ്റിലാണ്. അതാണ് ഇവിടുത്തെ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് ഫ്യൂഷനിലെ. സോ അതിൻ്റെ ഡെഫിനേഷൻ എന്താ എളുപ്പമായില്ലേ? എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ചേഞ്ചസ് ടു ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ ഏതൊരു ടേമിൻ്റെ ആയാലും അതിൻ്റെ മെയിൻ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. പിന്നെ ബാക്കി വരുന്ന സബ് ഡിവിഷൻസ് എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ മെൽറ്റിംഗ് ഓഫ് എ സോളിഡ് എന്ന് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷനാണ്. കാരണം എന്താ, അവിടെ ഹീറ്റ് അബ്സോർബ് ആവുകയാണ് ചെയ്യണേ, അല്ല ഹീറ്റ് റിലീസിങ് അവിടെ ഉണ്ടാവുന്നില്ല. ഹീറ്റ് അബ്സോർബ് ആവണതുകൊണ്ടാണ് എൻഡോതെർമിക് റിയാക്ഷൻ ആവണേ. അപ്പോൾ എന്തുണ്ടാവും, ΔH പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓൾ എൻതാൽപ്പീസ് ഓഫ് ഫ്യൂഷൻ ആ പോസിറ്റീവ്. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷനാണ്. ΔVAP/H0. VAP ഡെൽറ്റയുടെ താഴെയാണ് കേട്ടോ. സോ ഇറ്റ് ഇസ് എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എ ലിക്വിഡ് സബ്സ്റ്റൻസ് ചേഞ്ചസ് ടു ഇറ്റ്സ് വേപ്പർ സ്റ്റേറ്റ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിൻറ്റ്. അതായത് ലിക്വിഡ് എപ്പോഴാണ് വേപ്പർ ആവുക, നമ്മൾ വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചേക്കാണ്, അത് നമ്മൾ തിളപ്പിക്കുമ്പോഴാണ് വേപ്പർ സ്റ്റേറ്റിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക അല്ലേ. അപ്പോൾ ബോയിലിംഗ് പോയിൻറ്റിലാണ് ലിക്വിഡ് വേപ്പർ സ്റ്റേറ്റിലേക്ക് എത്തണേ അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എ ലിക്വിഡ് സബ്സ്റ്റൻസ് ചേഞ്ചസ് ടു ഇറ്റ്സ് വേപ്പർ സ്റ്റേറ്റ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിൻറ്റ്. അതാണ് ഇവിടുത്തെ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഞാൻ അത് വെച്ച് കമ്പയർ ചെയ്യണതാണ് കേട്ടോ, മെയിൻ ഡെഫിനേഷൻ വെച്ച് കമ്പയർ ചെയ്യണതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ΔSUB/H0. അപ്പോൾ ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ഇസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. അതായത് നമ്മളൊരു സോളിഡിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ഡയറക്റ്റ്ലി കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അവിടെ സബ്ലിമേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ 1 മോളാണ് എടുക്കുന്നത്. നമ്മുടെ മെയിൻ ഡെഫിനിഷൻ പ്രകാരം 1 mole ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ ബിലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിട്ട് എടുത്തതാണ്? കാരണം എന്താ വെച്ചാൽ മെൽറ്റിംഗ് പോയിൻറ്റിൽ സോളിഡ് ലിക്വിഡായിട്ട് മാറുകയാണ്. നമുക്ക് ലിക്വിഡായിട്ട് മാറണ്ട, ഡയറക്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് ബിലോ മെൽറ്റിംഗ് പോയിൻറ്റ് എടുത്തതാണ്. സോ ഇറ്റ് ഇസ് എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ഇസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ബാക്കി പോർഷൻസ് അടുത്ത വീഡിയോയിൽ എടുക്കാം. സോ ടിൽ ദെൻ താങ്ക് യു.